നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു ചായ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ചായ എന്ന് പറയുമ്പോൾ വെറും ചായ അല്ല, മസാല ടീ, മസാല ചായ, മസാല ടീ. ഈ ഒരു ഐഡിയ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ പുഴയ്ക്കൽ, തൃശ്ശൂർ പുഴയ്ക്കൽ ഒരു പുതിയ ടീ കട സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടു. ടീ കടയാണോ ടീ ടൈമാണോ അങ്ങനെ എന്തോ ഒരു സംഭവം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടു. അവിടുന്ന് ഞാനൊരു മസാല ടീ കുടിച്ചു. ഗംഭീര സാധനം, അടിപൊളി സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറൊരു തമാശ, ഇത് ഗംഭീരമാണോ അല്ലയോ എന്ന് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് ഞാൻ ഇതിന് മുന്നേ വേറെ മസാല ടീ ഒന്നും കുടിച്ചിട്ടില്ല. എന്തായാലും എനിക്ക് സംഭവം ഇഷ്ടമായി. അപ്പൊ ഈ മസാല ടീ കുടിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് വീട്ടിൽ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തോന്നുന്നതാണ് വീട്ടിൽ വന്നിട്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്നുള്ളത്. പക്ഷെ ആരും അതിൽ മെനക്കെടാറില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഇത് ഒരു കണ്ടന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ മസാല ടീക്ക് ഉള്ളത്. എല്ലാവരും സിമ്പിളായിട്ട് വീടുകളിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ എല്ലാ ദിവസവും ചായ കുടിക്കുന്നതാണ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ഒരു മസാല ടീ അങ്ങോട്ട് കുടിച്ച് നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മസാല ടീ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. ഇതിന് മുന്നേ വരെ ചായ കുടിക്കാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടോന്ന് നോക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ അടുക്കളയിലേക്ക് കയറാറുള്ളൂ. ഇന്ന് ഞാൻ ആദ്യമായിട്ട് മസാല ടീ ഉണ്ടാക്കിയിട്ട് വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് മുന്നായിട്ട് ഞാൻ മസാല ടീക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം. അത് നമുക്ക് പട്ട വേണം. പട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടയല്ല, നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന സംഭവം ഈ സാധനം, ഇതാണ് പട്ട. കുറച്ചധികം ഉണ്ട് ഇതിനകത്ത്, കാണുന്നുണ്ടോ കറക്റ്റ്? ഈ സാധനം നമുക്ക് വേണം, ഇമ്പോർട്ടൻറ്റ്. അടുത്തത് കരയാമ്പൂ. നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇതിനെ കരയാമ്പൂ എന്നാണ് പറയുന്നത്. പല സ്ഥലത്തും പല പേരാണ്. ഗ്രാമ്പൂ എന്ന് പറയും ചിലര്, കരയാമ്പൂ എന്ന് പറയും. നമ്മളിവിടെ കരയാമ്പൂ എന്നാണ് പറയുന്നത്. ഇതാണ് സംഭവം. നല്ല അടിപൊളി സ്മെല്ലാണ് അതിന്. അപ്പൊ ഇതും നമുക്ക് വേണം. അടുത്തത് ഏലക്കായ. ഏലക്കായ അതും വേറൊരു സ്മെല്ല്. അപ്പൊ ഏലക്കായ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. പിന്നെ മസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഇഞ്ചി വേണം. ഇത്ര അധികം ഒന്നും വേണ്ട, കുറച്ചെടുത്താൽ മതി. പിന്നെ എന്റെ സ്വന്തം റിസ്കിൽ ഞാൻ കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. കുരുമുളക് ഗംഭീര സാധനം ഉണ്ടാകും. സ്മെല്ല് ഇതൊക്കെ ഇട്ടിട്ട് ചായ കുടിച്ചിട്ടുണ്ടല്ലോ, വേറെ ലെവലായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് മൊത്തം ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ S24 ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. നമുക്കിതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന വീഡിയോ ആണ്. ഫ്രണ്ട് ക്യാമറ, അതായത് S24 ക്യാമറയിലെ മൊബൈൽ ഫോണിലെ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വ്ളോഗ് എങ്ങനെ ഉണ്ടായിരിക്കും, ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വേറെ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല, ഇൻബിൽട്ട് ആയിട്ടുള്ള നമ്മുടെ ഫോണിന്റെ മൈക്കിലൂടെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഓഡിയോയും റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി സമയം കാണാണ്ട് നേരെ അടുക്കളയിലേക്ക് പോയല്ലോ. നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. പാല് വെച്ച് നമ്മൾ അതിലേക്ക് ചായപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഇഞ്ചി ചതച്ചതിൽ ഇട്ടു കേട്ടോ. അതിനുശേഷമാണ് സംഭവം റെക്കോർഡായിട്ടില്ലെന്ന് മനസ്സിലായത്. ഇപ്പോൾ വീണ്ടും റെക്കോർഡായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 കരയാമ്പൂ ഇട്ട് കൊടുക്കാം. ഒരു ഏലക്കായ ചതച്ചത് ഇതിലേക്ക് ഇടണം കേട്ടോ, പൊട്ടിച്ചിട്ടിടണം. ഓക്കെ, നമ്മൾ കുരുമുളക് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ പട്ട, 2 പട്ട എടുത്തിട്ടുണ്ട്, 2 അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര നമുക്ക് അളവിന് എത്ര വേണമെങ്കിലും എടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു നീണ്ട കാത്തിരിപ്പാണ് പാല് തിളച്ച് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. തിള വന്നു തുടങ്ങി, നല്ല രീതിയിൽ വന്നു തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ മസാല ടീ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ ചായ ഗ്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു ചായയുടെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുള്ളൂ. ചെറിയൊരു അരിപ്പ നമ്മൾ എടുത്തിട്ട്
ഈ മസാല കുടിച്ചു നോക്കി എങ്ങനെ പിടിക്കും ബാക്കിൽ തട്ടി തട്ടി വിടുന്നുണ്ടോ ഒന്ന് നോക്കി കൊള്ളാം സൂപ്പർ നന്നായി നമ്മൾ അവിടെ കുടിച്ച പോലെ തന്നെ അതിനേക്കാളും നല്ലതെന്ന് പറയാൻ എനിക്ക് മടിയില്ല കാരണം ഞാൻ വെച്ചതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി മസാല കട്ടി നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പിന്നെ ലൈക്ക് ഷെയർ കമന്റ് അങ്ങനത്തെ എല്ലാ കലാപരിപാടികളും ചെയ്തോളൂ. ജീവ ക്യാപ്ചർ ദ മൊമെന്റ്. അപ്പൊ ഇതിലും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അതുവരെയും സ്റ്റേ സേഫ്, ഹാവ് എ ഗുഡ് ഡേ.